എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി, പേര് സുരേന്ദ്രൻ, സ്വദേശം ചേളന്നൂരാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടിട്ട് ഏകദേശം 3-4 വർഷങ്ങളായി. പക്ഷെ ഈ മേഖല ഏകദേശം ഒരു 20 വർഷത്തിന്റെ അടുത്ത് പരിചയമുള്ളതാണെങ്കിലും ഈ നമ്മുടെ പുതിയ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിലേക്ക് ഒരു ഫ്രീ യൂണിയൻ എന്നുള്ളതിലേക്ക് വീണ്ടും എത്തിപ്പെട്ടിട്ടാണ് ഇപ്പോഴുള്ള ടീമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വസന്തകാലം എന്നാണ് നമ്മുടെ APJ അബ്ദുൽ കലാം മരണപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. ആ ഒരു കാലം അന്വർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് സത്യം പറയുകയാണെങ്കിൽ ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഇതിന്റെ ഈ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 19 തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു ഗവൺമെന്റ് തലത്തിൽ തന്നെ ഡയറക്ട് സെല്ലിംഗിന്റെ മോണിറ്ററിംഗ് മെക്കാനിസം നടപ്പിലാക്കുകയുണ്ടായി. അന്ന് സർക്കാരിനെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അവിടെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ളവർ ഒഴുകിയെത്തിയത്. അപ്പം അത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്, ഇനി ഉള്ള കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് തലത്തിൽ ജോലിക്ക് ഞങ്ങൾക്ക് കൊടുക്കുന്നതിനൊരു പരിമിതി ഉണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അല്ലെ ചുമതലയുള്ള ആൾക്കാരാണ് ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരുന്നത്. അതായത് 12,000-ന്റെയും 15,000-ന്റെ ഇടയിൽ ആളുകൾ, 15,000 ഒരു 20,000-ഓളം ആളുകൾ അടങ്ങിയ ഒരു ഒഴുക്കായിരുന്നു ആ ഓഡിറ്റോറിയത്തിലേക്ക്, ആ ആളിലേക്ക് എത്തിയത്. അപ്പോ അവിടെ നിന്ന് പറഞ്ഞ മന്ത്രിതലത്തിലുള്ള എല്ലാവരും തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ള നാടാണ് കേരളമെങ്കിലും തൊഴിൽ കൊടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അത് ഇനിയുള്ള നാടുകളിൽ നിങ്ങളുടെ കൈകളിലാണ് ഭദ്രമായിരിക്കേണ്ടത്. അതായത് ഓരോ ഡയറക്ട് സെല്ലേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിൽ ജോലി നൽകുക എന്നുള്ളത്. അങ്ങനെ ഒരു സാമ്പത്തിക വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഉള്ള ആൾക്കാരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത് മന്ത്രിതലത്തിലുള്ള എല്ലാവരും ആ ഓരോരോ പ്രസംഗത്തിന്റെ ഇടയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ പറയുന്ന സമയത്ത് ഭാഗ്യം കൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കമ്പനിയായ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എത്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ ഉത്തരവാദിത്വം, അതായത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി, അതുകൂടാതെ തന്നെ പാരമ്പര്യത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും പാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അഭിമാനത്തോടുകൂടി ഈ ഒരു മോർണിംഗ് മീറ്റിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലേക്ക്. എന്തായാലും വളരെ സന്തോഷമുണ്ട് അങ്ങനെ കമ്പനിയുടെ പ്രസ്റ്റീജ് റാങ്കായ STC എന്ന റാങ്ക് എത്തിച്ചേരാൻ പറ്റി. കുറച്ച് ലേഖായി പോയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള നാടുകളിൽ അങ്ങോട്ട് നമ്മൾ ഏറ്റവും ശക്തമായി ബിസിനസ് ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ഈ സമൂഹത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു പ്രസ്ഥാനവുമായി അടുത്ത് പ്രവർത്തിക്കുക. കാരണം എപ്പോഴും നമ്മളെ ലീഡേഴ്സ് മുഴുവൻ പറയലുണ്ട്, ഏതൊക്കെ രീതിയിൽ നന്മയുടെ അംശങ്ങളിൽ മനസ്സിന്റെ ഉള്ളിലുള്ള ആൾക്കാരുണ്ടോ അവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും ഒരു അവസരമാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അത് ഈ കമ്പനിയിൽ എത്തിപ്പെടുകയും അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു മേഖലയെ പണ്ട് പലരും പരിഹസിക്കുകയും മണി ചെയിൻ ആണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും മണി ചെയിൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നടന്നിരുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യസ്തമായി. കാരണം അന്നൊക്കെ തൊഴിലാളി സംഘടനകൾ അടക്കം വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ ഒരു തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പലരെടുത്തും നമ്മൾ ഈ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെനിസാർ അടക്കമുള്ള ആൾക്കാർ പോയ സമയത്ത് ഇതിനെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതേ ആൾക്കാരുടെ നാവിൽ നിന്നും നമ്മുടെ ഈ 19-ാം തീയതിത്തെ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആണ്. അതായത് ഓരോരോ ഇനി വരാൻ പോകുന്ന തൊഴിലാളി സംഘടനകളിൽ ഏറ്റവും മെമ്പർഷിപ്പ് ഉള്ള കമ്പനി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് മേഖല ആയിരിക്കും എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. അതായത് പറഞ്ഞതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, ഇനി ഈ കേരളം ഭരിക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ആരെന്ന് വരെ തീരുമാനിക്കാനുള്ള രീതിയിലേക്ക് അത്രയും സംഘടനാ ബലം ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ഉണ്ടാവുമെന്നാണ് അവിടെയുള്ള സംസാരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മാറാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഒരു ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും നമ്പർ 1 ആയി പ്രവർത്തിക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ അതിനകത്തേക്ക് അസോസിയേറ്റ് ചെയ്ത നമ്മളെ സംബന്ധിച്ച് നമുക്ക്
ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള കാലം നടപ്പാക്കാനുള്ളത്. കാരണം പ്രത്യേകിച്ചും സമൂഹത്തില് ഇപ്പം പല രീതിയിലേക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കാരണം അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാത്തതിന്റെ പേരിൽ തന്നെ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു യുവതലമുറയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനും ഇന്ന് ഏക പരിഹാരം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി. നമ്മളെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ 20 വർഷം മുമ്പ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ശക്തമായി ബിസിനസ് കൊണ്ടുവരികയും അന്ന് നടപ്പിലാക്കിയതിൽ കൂടുതൽ, അതായത് ഇനി ആ സമയ കാലഘട്ടത്തിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് അതിനെ എല്ലാം മറികടന്ന് അടുത്ത ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾക്ക് കണക്കാക്കിയിട്ടുള്ള എല്ലാ രീതിയിലേക്കുള്ള ഒരു കോർഡിനേഷനിലൂടെയാണ് നമ്മളെ ഈ ഒരു കമ്പനി ഓരോരോ പ്രോഡക്റ്റുകൾ ഇറക്കി തരുന്നത്. അതായത് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കാനും സമൂഹത്തിന് എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന, ഒരാളെയും വഞ്ചിക്കാതെ ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കുക എന്നുള്ളതിലേക്ക്, അതായത് നമ്മള് ബിസിനസ് വോളിയം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ആയാലും ഏത് രീതിയിലേക്കുള്ള പ്രയാസങ്ങൾ നേരിട്ടാലും അവരെ വരുമാനം ഒരു ദിവസം പോലും നിലയ്ക്കാതെ രീതിയിലേക്ക് ഇന്ന് വരെ കൊടുത്ത 12 വർഷക്കാലമായി ഒരു പൈസ പോലും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ബിസിനസ് സെയിൽസ് നടത്തിയതിന്റെ ടേൺ ഓവർ കൊടുക്കാതെ നിന്നിട്ടില്ലാത്ത, അതായത് അതാത് സമയത്ത് അതാത് രീതിയിലേക്ക് വരുമാനം കൊടുത്ത ഏക ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഈ ഒരു 2025 ഫെബ്രുവരി 19 ഗവൺമെന്റ് തലത്തിൽ നടത്തിയ ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം എന്ന ആ ഒരു പ്രോഗ്രാമോട് കൂടി, അതായത് നിലവിൽ ഇവിടെ ഇൻഡസ്ട്രി വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയതിന്റെ ഭാഗമായി കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നെക്സസ് പ്രോഗ്രാം നടന്നിരുന്നു. ആ ഒരു ഇൻഡസ്ട്രി, അതായത് കേരളത്തിലെ ആദ്യത്തെ കമ്പനിയുടെ പ്രവീൺ ചന്ദ് സാറ് ഉദ്ഘാടനം ചെയ്യാതെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് കമ്പനി നടത്തിയപ്പോൾ അതിനകത്തേക്ക് ഒഴുകിയെത്തിയ ജനസഞ്ചാരത്തിനെ കണ്ടാൽ നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രി എത്രത്തോളം വലുത്. അവിടെ ഒരു ലിമിറ്റ് വെച്ചതിന്റെ പേരിൽ മാത്രമാണ് ആൾക്കാരുടെ ഒഴുക്ക് കുറഞ്ഞത്. എന്തായാലും ആ വന്ന ആൾക്കാർക്ക്, എന്നെ സംബന്ധിച്ച് എന്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ വന്ന ആൾക്കാർക്ക് മനസ്സിലായത് ഇനി എന്ത് തന്നെയായാലും ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയെ നമ്മൾ ആരും തന്നെ ഉപേക്ഷിച്ചു പോകില്ല. കാരണം അത്രയും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത 20 കൊല്ലത്തേക്കുള്ള ഉറപ്പാണ് നമ്മുടെ MD പ്രവീൺ ചന്ദ് സാർ തന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങുകളും കമ്പനി നടത്തി കഴിഞ്ഞെന്നും അതിന് ശേഷമുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം വ്യക്തമാക്കുന്നതിലൂടെ അത്രയും ദീർഘവീക്ഷണമുള്ള ഒരു കമ്പനിയാണ് നമ്മളെ കമ്പനി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള എല്ലാം ക്ലിയർ ആക്കുന്നുണ്ടെങ്കിലും നമ്മളെ ടീമിനെ സംബന്ധിച്ച് ഇന്ന് എൻ്റയർ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടീമായിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ബെന്നി സാറ് ടീമിൽ എത്തിപ്പെട്ടത് എന്ന്. കാരണം AIG എന്ന് GCI എന്ന പ്രസ്ഥാനത്തിൽ അനീഷ് സാറ് ഈ കേരളത്തിലേക്ക് അല്ല കോഴിക്കോട്ടേക്ക് എത്തിച്ച ഈ ഒരു ബിസിനസ് അവസരം ബെന്നി സാറ് നേതൃത്വത്തിൽ ഏസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നേറുകയും ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ടീമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ അടിസ്ഥാനത്തിൽ തന്നെ അതിനകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ബെന്നി സാറെ ടീമിൽ ഏറ്റവും ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്ന, വളരെ ഗ്രോത്ത് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ബിജിസാറ ടീം. ആ ടീമിൽ നമ്മളെല്ലാവരും എത്തിപ്പെട്ടതിൽ തന്നെ ഭാഗ്യവാന്മാരാണ്. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന, അതായത് ട്രെയിനിങ്ങുകളിലൂടെ, അതായത് വലിയ രീതിയിലുള്ള വോളിയങ്ങളൊന്നും ചെയ്യിക്കാതെ സാധാഗതിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി വന്ന് അതിനുശേഷം ബിസിനസ് മനസ്സിലാക്കി തനിക്ക് വിൽക്കാൻ പറ്റുന്നുള്ള ഉറപ്പ് കിട്ടിയതിനു ശേഷം വലിയ രീതിയിലേക്ക് അവരെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാന്നുള്ള ആ ഒരു ബെന്നി സാറെ റോഡ് അതേപടി അംഗീകരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ബിജി സാറെ ടീമിൽ വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം
സിസ്റ്റമാറ്റിക് ആയിട്ടും ആരെയും വഞ്ചിക്കാതെയും ചതിക്കാതെയും ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ലീഡർമാരാണ് അവരൊക്കെ തന്നെ. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ സിസ്റ്റമായിട്ട് ആരെയും പറഞ്ഞു പറ്റിക്കാതെ നല്ല രീതിയിലേക്ക് ബിസിനസ് മനസ്സിലാക്കി കൊണ്ടുവന്ന് ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയെ മനസ്സോടെ ഏറ്റെടുത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇത് ട്രെയിനിങ്ങിലൂടെ മാത്രം വളരുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഇതുവരെ വർക്ക് ചെയ്ത മേഖല എന്ന് പറഞ്ഞു വെച്ചാൽ പല രീതിയിലേക്കുള്ള കാര്യങ്ങൾ പല രീതിയിൽ അറിഞ്ഞ് 10, 20, 25 വർഷം പഠിച്ചതിന് ശേഷം വരുന്നതാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അറിവും നേരത്തെ ഇല്ല. കാരണം പാരമ്പര്യമായിട്ട് നമ്മളിത് ചെയ്തു വന്നവരാരും തന്നെ ഈ ബിസിനസ്സിൽ ഇപ്പം നിലവിൽ ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ വന്നതിന് ശേഷം കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്. അതായത് മറ്റുള്ളതൊക്കെ 15, 10 വർഷം പഠിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഇത് പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട ബിസിനസ്സാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മളെ ലീഡേഴ്സ് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ ട്രെയിനിങ് എന്ന ആ ഒരു കാര്യം നിർബന്ധമാണ്. ട്രെയിനിങ് ഇല്ലാതെ യാതൊരു രീതിയിലും ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റൂല. അപ്പം അവസരത്തിലൂടെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാവിധ ട്രെയിനിങ്ങുകളിലും GTS-ലും പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ കമ്പനി നിലവിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഒരു കാശ് പോലും കൊടുക്കാതെ എൻട്രി തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഈ മാസം മുതൽ പിന്നെ എൻട്രി ഫീസ് ഇല്ല. അതിനകത്ത് പ്രോഗ്രാം കേൾപ്പിക്കണമെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് പ്രോഗ്രാം കേൾപ്പിക്കാൻ പറ്റും. കാരണം ആദ്യമൊക്കെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കേണ്ട പേരിൽ 3, 4, 5 ആൾക്കാരൊക്കെ കൂട്ടി കൊണ്ടുപോയ സമയത്ത് ഫസ്റ്റിൽ നമുക്കൊരു പ്രയാസം അനുഭവപ്പെട്ട ടീമുകളുണ്ട്. പക്ഷെ ഇന്നിപ്പോ ആ പ്രയാസങ്ങൾ മുഴുവൻ മാറി ഫ്രീ എൻട്രി ആണ്. അപ്പൊ മാക്സിമം ആൾക്കാരെ നമ്മൾ പ്രോഗ്രാമിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കടമ. കാരണം അത് പ്രോഗ്രാമിൽ എത്താതെ 1-to-1 കൊടുക്കുക എന്നുള്ള രീതി അവലംബിക്കുന്നവരെ സംബന്ധിച്ച് ഇതാണ് ഞാനും ചെയ്യേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പലരും ഇതിലേക്ക് കടന്നു വരാൻ പഠിക്കും. പക്ഷെ ഒരു GTS-ൽ എത്തിക്കുന്നതോട് കൂടി തന്നെ എന്തുണ്ട്, അവിടുന്ന് അവരെ ആ വന്ന വ്യക്തികളെ പോലുള്ള പല വ്യക്തികളും അവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ മോട്ടിവേഷനിലായിരിക്കും അവർ ഈ ബിസിനസ് തുടങ്ങുക. ഇതിനകത്ത് വിദ്യാഭ്യാസമോ യാതൊരുവിധ പ്രശ്നങ്ങളും ആവശ്യമില്ല എന്നുള്ളതിന്റെ പേരിൽ തന്നെ ഏതൊരാൾക്കും നമുക്ക് ഇതിനകത്തേക്ക് കടന്നു വന്ന് വിജയിക്കാൻ പറ്റും. അതിന് വിദ്യാഭ്യാസം ഒന്നും യോഗ്യത അല്ല എന്നുള്ള തെളിയിക്കുന്ന ഇഷ്ടംമാതിരി ആൾക്കാർ നമ്മളെ ശ്രീധരത്താർ പോലെ തന്നെ ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഉമർ ഉസ്താദ്, ബാപ്പുത്തങ്ങൾ, ഇങ്ങനെയുള്ള പല വ്യക്തിത്വങ്ങളും ഇതിനകത്ത് തെളിയിച്ച് കാണിച്ചാണ് നമുക്ക്. കാരണം ഈ ഒരു ബിസിനസ്സിന് വിദ്യാഭ്യാസ യോഗ്യതയല്ല, ആത്മാർപ്പണം. അതായത് ഈ 100% കമ്മിറ്റ്മെന്റോട് കൂടി ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ വിജയിക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ച ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം പിന്നെ നമ്മൾ വേറെ ഒന്നും ശങ്കിക്കേണ്ടതില്ല. കൃത്യമായി ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ശക്തമായി തന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതി. നമ്മളെ ആദ്യമായിട്ട് ഇതിനകത്ത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ പൊതുവെ ഫസ്റ്റിലത്തെ GTS-ൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ നമ്മൾ ജയിക്കേണ്ട കാര്യമാണ് 1 day ട്രെയിനിങ്. ഒരു 1 day ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതിനുശേഷം 2 day ട്രെയിനിങ്. ഇങ്ങനെ ക്രമാതീതമായിട്ട് ഇതിന്റെ ചിട്ടയോടുകൂടി അല്ലെങ്കിൽ ഇതിന്റെ ചിട്ടത്തിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ആക്കി ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാം. അതല്ലാത്ത രീതിയിലാകുന്ന സമയത്താണ് വളരെ ലേഖായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം എടുത്തിട്ട് ഈ ബിസിനസിന്റെ ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടുക. അപ്പോൾ പരമാവധി വേഗത്തിൽ വിജയം നേടണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം നമ്മൾ ടീമിലേക്ക് വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ട്രെയിനിങ് മീറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടത്തി തന്നെ ആ പ്രോസസ്സിങ്ങിലൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ ഒക്കെ വളരെ വൈകിയാണ് ITC ആയതെങ്കിലും അല്ലെങ്കിൽ പിന്നെ NTC ഒക്കെ ആകുന്നെങ്കിൽ ഇപ്പം വളരെ 1, 2, 3 വർഷത്തിനുള്ളിൽ തന്നെ ITC വരെ എത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇനി അതിനെക്കാട്ടും സ്പീഡ് കൂടുതലാണ്. കാരണം എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റുകളിലേക്ക് കമ്പനി എത്തിക്കഴിഞ്ഞു. അത് കൂടാതെ നേരെ നമ്മുടെ MD അന്ന് സംസാരിച്ച സമയത്ത് നെക്സസ് പ്രോഗ്രാമിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് 1000-കണക്കിന് പ്രോഡക്റ്റുകളാണ് അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്നത്. അപ്പം പ്രോഡക്റ്റിന്റെ ഒരു ഷോർട്ടേജും ഉണ്ടാവില്ല. എല്ലാതരം പ്രോഡക്റ്റുകളും എത്തും. അതോടുകൂടി തന്നെ നമ്മളെ നെറ്റ്വർക്കിന്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടോ അതിനനുസരിച്ചാണ് ചുറ്റുപാടും നടക്കുന്ന കച്ചവടം ഏത് ടീമിലേക്ക് പോകണം എന്നുള്ളത് ഏത് ടീമിലേക്ക് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പരമാവധി നമ്മളെ ടീം ഡെവലപ്പ് ആകുന്നതിനനുസരിച്ചിട്ട് ഈ ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അല്ലെ അതിന്റെ ബിസിനസ് കൂടി നമുക്ക് കിട്ടണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് വ്യാപ്തി അവരിലൂടെ ബിസിനസ് ഡെവലപ്പ് ആക്കി പോകണം. അതിന് വേണ്ടിയിട്ട് കുറെ മാറ്റങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരുത്തുന്നത്. നിലവിൽ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ
നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ അതിൽ നിന്നും മാറി നിലവില് ഏത് കാര്യം കണ്ടാലും പോസിറ്റീവിലേക്കുള്ള ചിന്താഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിജയം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് കടന്നു വരും. ഉള്ളിന്റെ ഉള്ളിൽ പോലും നെഗറ്റീവിന്റെ അംശം ഉണ്ടെങ്കിൽ അത് ഈ ഒരു സംവിധാനത്തിന് തടസ്സമായിട്ട് വരും. അപ്പൊ നമ്മൾ ആ പരമാവധി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നമ്മളെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാത്രം തരുന്ന ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനുള്ള. അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ മാറ്റപ്പെടുന്ന സമയത്ത് വിജയം എത്രയും പെട്ടെന്ന് നമ്മളെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാ രീതിയിലും, അതായത് നമ്മൾ ഏതൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാലും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമുകളിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. പ്രോത്സാഹനം പല രീതിയിലേക്കുള്ള ആൾക്കാരായിട്ട് സംസാരിക്കും. അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിയുന്ന സമയത്ത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഗ്രോത്ത് പെട്ടെന്ന് ഉയർന്നു വരും. അപ്പം എല്ലാവർക്കും ഇഷ്ടം നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും തന്നെ അസോസിയേഷനോ അല്ലെങ്കിൽ ക്രോസ് ലൈനിൽ ആരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക. പരമാവധി ആ ഒരു നെഗറ്റീവ് സംസാരിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ നമ്മുടെ ടീമിലേക്ക് പോസിറ്റീവ് മാത്രം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും തന്നെ വരുമാനം, എല്ലാവരുടെയും അന്തിമ ലക്ഷ്യം വരുമാനമാണ്. ആ വരുമാനം കിട്ടണമെങ്കിൽ അതിന് വേണ്ട എന്താണോ നമ്മൾ മറ്റു മേഖലയിൽ ചെയ്യുന്നത് അതിൽ നിന്നും 10ൽ 1 അംശം ഇവിടെ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ 100 ഇരട്ടി വരുമാനം കിട്ടുന്നതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ഏരിയ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ വലിയ രീതിയിലേക്കുള്ള അല്ലെ ചെറിയ ചെറിയ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ടീം ഡെവലപ്മെന്റ് നടത്തുകയാണെങ്കിൽ വലിയ റിസൾട്ടിലോടുകൂടി അല്ലെ പെട്ടെന്ന് റാങ്ക് മാറാൻ കഴിയും. അപ്പോൾ ഓരോ ഘട്ടത്തിലുള്ള റാങ്കിനനുസരിച്ചിട്ടുള്ള കുറിപ്പുകൾ നമ്മളെ ടീമിലേക്ക് കൊടുക്കുക. ആ കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവരോടൊപ്പം നടത്തി കഴിഞ്ഞു വെച്ചാൽ നല്ല രീതിയിലേക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ലീഡേഴ്സ് മുഴുവൻ പറയുന്നത് പോലെ, നമ്മളെ സർക്കാർ പറയുമ്പോഴും പ്രവീൺ ചന്ദ് സാർ പറയുമ്പോൾ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങേണ്ടത്. അത് എല്ലാ രീതിയിലും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും വേണം. കാരണം നമുക്ക് കിട്ടിയ ഈ ഒരു ദൈവാധീനം കൊണ്ട് എത്തിപ്പെട്ടതാണ് നമ്മൾ ഈ കമ്പനിയിൽ. അതുപോലെ തന്നെ ആ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട നന്മകൾ നമ്മിൽ ഒതുങ്ങാതെ, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ജനിച്ച് ഇവിടുന്ന് സാധാരണ രീതിയിൽ ജോലിക്ക് പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ വീണ്ടും എണ്ണീറ്റ് പോയി വീണ്ടും അതേപോലെ തന്നെ ജോലി ചെയ്ത് അന്ന് കിടന്നുറങ്ങി എന്നുള്ള രീതിയിൽ മാറി ഈ ഒരു ജന്മം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നും ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവാനുഗ്രഹത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ആ തിരിച്ചറിവ് ഉള്ള ഓരോ വ്യക്തികളും തന്റെ കടമ നിറവേറ്റുക എന്നുള്ളതിലേക്കാണ് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുക്കേണ്ടതാണ്. കാരണം നമുക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മാറാരോഗങ്ങൾ, ഇപ്പം മഴക്കാലായി, അതിനനുസരിച്ചിട്ട് ഓരോരോ പ്രയാസങ്ങളും അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള സമൂഹത്തിൽ വരുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതൽ എടുക്കണോ ആ രീതിയിലേക്കുള്ള മുൻകരുതൽക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് അതാത് ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ആശ്വാസമാകുന്ന രീതിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്വം. അതിനുശേഷമാണ് നമ്മളെ വരുമാനം. കാരണം ഈ ഒരു നന്മ ചെയ്യുന്നതിന് കിട്ടുന്ന പ്രതിഫലമായിട്ടാണ് നമ്മളെ വീക്ക്ലി ഇൻകം നമ്മൾ കരുതേണ്ടത്. അല്ലാതെ നമ്മളെ ടേൺ ഓവർ കൂട്ടി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിലേക്കല്ല. ഇതിനകത്ത് നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ, നമ്മളെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് 1000 രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 450 രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് തരുന്നതാണ് ടേൺ ഓവർ ഇൻകം, സെയിൽസ് ടേൺ ഓവർ ബോണസ് ആയിട്ട് നമുക്ക് അതിന്റെ ഇരട്ടി വരുമാനം നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ ഇവിടെ നന്മയ്ക്കുള്ള പ്രതിഫലമായിട്ടാണ്. അതായത് സമൂഹത്തിന് നൽകുന്ന നന്മയ്ക്ക് പ്രതിഫലമായിട്ട് നമുക്ക് വരുമാനം അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി. അപ്പോൾ അതിനകത്ത് കിട്ടിയ അവസരങ്ങൾ മുതലാക്കാതെ നേരത്തെ പല ആൾക്കാരുണ്ട് ഇതിനകത്ത് ഐഡിയ ഒക്കെ അടിച്ച്, പക്ഷെ ഇതൊക്കെ എനിക്ക് പറ്റിയതല്ല, ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നു. അല്ലെങ്കിൽ ഇത് ഐഡിയ അടിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങുക, അതിന്റെ ഉപയോഗിക്കുക, അതിന്റെ റിസൾട്ട് കിട്ടുക. റിസൾട്ട് കിട്ടിയിട്ട് പോലും ആ ഒരു ഉൽപ്പന്നം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആൾക്കാർ ഇന്നും ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ലൈഫ് തിരിച്ചു കിട്ടിയ ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ പറയാനോ മടിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ വരെയുള്ള സമൂഹമാണിത്. അപ്പോൾ അതിൽ നിന്നും മാറി നമുക്ക് കിട്ടിയ ഈ ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടതും എന്റെ കടമയാണ് എന്നുള്ള തിരിച്ചറിവ് ആർക്കൊക്കെ ഉണ്ടോ
അവരൊക്കെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തും. അപ്പോൾ ആ നേട്ടങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കമ്പനി തലത്തിലും സർക്കാർ തലത്തിലും ഇപ്പോൾ രൂപീകൃതമായിട്ടുണ്ട്. അതിന് ബാക്കിയുള്ള നടപടികൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ചെയ്യേണ്ടത്. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളേജ് അഡ്മിഷനും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഓരോരോ ഡിഗ്രി അല്ലെങ്കിൽ PG പല രീതിയിലേക്കുള്ള കോഴ്സുകൾക്കും എത്രത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് അവര് പഠിക്കാൻ പോകുന്നതെന്നോ ഈ പഠനം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഈ കോഴ്സിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുള്ളതിന് യാതൊരുവിധ രൂപരേഖയില്ല. കുറെ രക്ഷിതാക്കൾ എല്ലാവരും തന്നെ എന്താ ചെയ്യുന്നത്, വലിയ എമൗണ്ട് കൊടുത്തിട്ട് വിദേശത്ത് പല സ്ഥലത്തായിട്ടൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കും. പക്ഷെ ഇതിന് ശേഷം എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു +2 കഴിഞ്ഞ 18 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ പഠിക്കുന്ന പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ ചെറിയ രീതിയിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയെ പരിചയപ്പെടുത്തി ചെറുതായിട്ട് രീതിയിലേക്ക് ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ അവരൊരു ഡിഗ്രി തലത്തിൽ കഴിയുന്ന സമയത്തേക്ക് ഏറ്റവും നല്ലൊരു വരുമാനമുള്ള ആൾക്കാരായിട്ട് മാറും. കാരണം ഒരു ഡിഗ്രി കഴിയണമെങ്കിൽ ഇപ്പൊ 4 വർഷമാണ്. 4 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഗ്രിക്ക് കഴിഞ്ഞതിന് തുല്യമായ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ബാക്കിയുള്ള PG എടുക്കാതെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ഒന്നും അറിയില്ല. അപ്പോൾ ഈ 4 വർഷ കാലയളവ് പഠനത്തോടൊപ്പം തന്നെ നമ്മളെ മക്കളെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ അതേ ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയ്ക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇതൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ കോഴ്സ് കഴിയുന്ന സമയത്തേക്ക് ഇതിലൂടെ വലിയൊരു അച്ചീവർ ആയിട്ട് മാറാൻ കഴിയുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ എല്ലാ മേഖലയും പ്രതിസന്ധിയുള്ള സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ വ്യാപ്തി ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യമേറിയ കടമ. ആ കടമ നിർവഹിക്കാൻ എല്ലാവർക്കും തന്നെ കഴിയണം. അപ്പം സർക്കാർ തലത്തിലും നമ്മുടെ കമ്പനി തലത്തിലും ഇത്രയൊക്കെ ആനുകൂല്യം നൽകിയിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് നമ്മൾ എത്രത്തോളം ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളില് മാറ്റം വരുത്തി സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണെന്നുള്ളതാണ്. അപ്പോൾ കമ്പനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത് മുഴുവൻ ചെയ്ത് നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെ ലീഡേഴ്സ് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. എന്തായാലും ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞ് ആ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം തന്നെ അടുത്ത ഘടകം ഈ ഇതിനകത്ത് ബിലീഫാണ്. വിശ്വാസം വളരെ പ്രാധാന്യമാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രി നേരത്തെ വന്ന് ചൂടുവെള്ളത്തിൽ വീണ പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നുള്ള രീതിയിലേക്കുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കാലഘട്ടം മാറി. അന്നത്തെ ആ ഒരു ഇതല്ല. ഇന്ന് കാലഘട്ടം മാറിയ സമയത്ത് നമ്മുടെ കമ്പനിയെ വിശ്വസിക്കുന്നതിന് യാതൊരു ഇതുമില്ല. കാരണം അത്രയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പുള്ള ഇരുമ്പുരുക്ക് വ്യവസായികളായ മാർവാടി ഗ്രൂപ്പാണ് ഈ ഒരു നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള റെയിൽവേ പോലുള്ള മേഖലകളിലേക്ക് ഇരുമ്പ് ഉരുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാറ്റ സ്റ്റീലിനോടൊപ്പം നിൽക്കുന്ന കിടപിടിക്കുന്ന ഒരു മഹാവീർ മെറ്റൽസ് ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുക അല്ലെ അവരെ ഒരു കൈത്താങ്ങുള്ള അവരെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിലേക്ക് നമ്മളെ ഈ ഇൻഡസ്ട്രിയെ ആർക്കും അവിശ്വസിക്കേണ്ട ഒരു ഘടകമില്ല. അതുകൊണ്ട് 100% നമുക്ക് ബിലീഫോട് കൂടി ഇതിനകത്ത് വരികയും കൊണ്ടുവന്ന ലീഡർമാരെ 100% വിശ്വസിക്കുക. അതായത് ആരാണോ അവരെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഗുണമേന്മയോ ഒന്നും നോക്കാതെ നിറോ വർണ്ണോ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ അവരെ തൊഴിലെന്താണെന്നും നോക്കാതെ അവരെ 100% വിശ്വസിച്ചുകൊണ്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വിജയം സുനിശ്ചിതമാണ്. അതല്ലാതെ എന്നെ കൊണ്ടുവന്ന ആൾക്കാർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാലോ അല്ലെങ്കിൽ അവര് ഇങ്ങനെയല്ലേ അവരെന്നെക്കാട്ടും ഇളയതല്ലേ എന്നുള്ള രീതിയിലേക്കുള്ള സംസാര രീതിയിലൊക്കെ പെരുമാറുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് സക്സസ് ആകുക വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ കൊണ്ടുവന്ന ആൾക്കാരെ നമ്മൾ 100% വിശ്വസിച്ചിട്ട് അവരെ കൈ മുറുകെ പിടിച്ചു കഴിഞ്ഞിട്ടാൽ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ അങ്ങനെ 100% ബിലീഫോട് കൂടി വർക്ക് ചെയ്യാൻ നമ്മൾ എല്ലാവരും തന്നെ തയ്യാറാവണം. ആ തയ്യാറാകലിന്റെ അടിസ്ഥാനം വിജയത്തിലേക്കുള്ള പാതയാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ 100% കമ്പനീനെ വിശ്വസിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ലീഡർമാരെ വിശ്വസിച്ചുകൊണ്ട് എല്ലാം പ്രവർത്തനം നടത്തി നമുക്ക് നമ്മളെ വിശ്വാസം കൂടി ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു എന്റെ കൂട്ടായ്മയിൽ നമ്മളെ സംബന്ധിച്ച് ബിജിസാറ ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബെനിസാറ ടീമിനെ സംബന്ധിച്ച് ഇത്രയും ആ ഒരു ഒറ്റക്കെട്ടായിട്ട് നടക്കുന്ന ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്ഥാനങ്ങൾ വളരെ അപൂർവമാണ്. അപ്പോൾ ബെന്നിസാർ നയിക്കുന്ന ആ പാതയിൽ അദ്ദേഹം പറയുന്ന ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ എല്ലാ ട്രെയിനിങ്ങുകളിലും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ABCD
കാരണം ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെന്റ്, ഡ്യൂപ്ലിക്കേഷൻ, ഈ ഒരു 3 സെക്ടർ. ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുക. അതിൽ നിലവിലിപ്പോ പല രീതിയിലേക്കുള്ള ആറ്റിറ്റ്യൂഡിലെ ആൾക്കാരാണെങ്കിലും ട്രെയിനിങ് പ്രോസസ്സിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. കമ്പനിയിലുള്ള വിശ്വാസം, ബിലീഫ്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം, പിന്നെ കമ്മിറ്റ്മെന്റ്. 100% കമ്മിറ്റ്മെന്റ് ഇതിനകത്ത് നിർബന്ധമാണ്. കാരണം നമ്മളെ കെയർ ഓഫിൽ 1-2 വ്യക്തികളെ കൊണ്ടുവന്നു കഴിഞ്ഞു വെച്ചാല് അവരെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളതാണെന്നുള്ള ഒരു ഉറച്ചൊരു തീരുമാനം നമുക്ക് വേണം. അതായത് കൊണ്ടുവന്ന ആൾക്കാരിലൂടെ നമ്മൾ രക്ഷപ്പെടാന്നല്ല, അവരെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മളതാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് 100% കമ്മിറ്റ്മെന്റ് ഈ അവസരത്തിൽ കൊടുക്കണം. പലരും ചെയ്യുന്നത് ആ രീതിയിലേക്കല്ല. അതൊന്ന് ഒഴിവുള്ള സമയത്ത് നോക്കാന്നുള്ളതിലേക്കായിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒഴിവുള്ളവരൊന്ന് ഇതിനകത്ത് കയറി വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ കയറുക, ആ രീതിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുക എന്നുള്ളതിലേക്ക് മാറിയിട്ട് 100% കമ്മിറ്റ്മെന്റോട് കൂടി നമ്മുടെ ടീം, ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കാൻ എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും വേഗത്തിൽ വലിയ റാങ്കുകൾ എത്തിപ്പെടാൻ പറ്റുക. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ടീമിനെ ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് നമ്മളെ ലീഡേഴ്സിനെ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേച്ചാൽ മതി. വേറെ ഒന്നും നോക്കാനില്ല. അവരെ ഒരു മാറ്റവും വരുത്തണ്ട. ഒരു റൂട്ട് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ സിസ്റ്റം എന്ത് പറയുന്നോ അതേ സിസ്റ്റത്തില് GTIന്റെ സിസ്റ്റം, അതിന്റെ താഴത്ത് പിന്നെ ബെന്നിസാറിന്റെ നേതൃത്വത്തില് AIG ഏറ്റെടുത്ത് ആ AIG എന്തൊക്കെ പറയുന്നുണ്ടോ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും പിന്നെ പലരും ചെയ്യാൻ മടിക്കുന്നതുമായിട്ടുള്ള കാര്യം, ഇന്നും പല റാങ്കിൽ എത്തിയിട്ടും ചെയ്യാത്ത ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. അങ്ങനത്തെ കാര്യമാണ് ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ ലിസ്റ്റ് മേക്കിംഗ് നിർബന്ധമാണ്. ഇതിനകത്ത് എന്നല്ല, ഏത് സംഭവം നടത്തുകയാണെങ്കിലും അതിനകത്ത് ലിസ്റ്റ് മേക്കിംഗ് ഉറപ്പാണ്. കാരണം ഏറ്റവും പിന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല. ബാങ്കിങ് മേഖലയിൽ ഒരു പിന്നെ ബ്രാഞ്ച് പിന്നെ ചേളന്നൂർ തുടങ്ങുന്നുണ്ടെങ്കിൽ ചേളന്നൂർ അവിടെ പിന്നെ തുടങ്ങുന്നതിന്റെ മുന്നോടിയായി തന്നെ അവിടുത്തെ ബ്രാഞ്ച് മാനേജർ, ചാർജുള്ള ബ്രാഞ്ച് മാനേജറും ഓഫീസറും കൂടി ചെയ്യാന്ന് വെച്ചാൽ ആ ഏരിയയിലുള്ള ഏറ്റവും വലിയ പൈസക്കാര്, ഏറ്റവും നല്ല കച്ചവടക്കാര്, അങ്ങനെ കാശ് ആരെടുത്തൊക്കെ ഉണ്ടോ അവരെ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അവരെ പോയി കാണാന്നുള്ളതിലേക്കാണ് അവർ ചെയ്യാറ്. ഏതൊരു ഇതിലായാലും, എന്തൊരു സെക്ടറിലായാലും ലിസ്റ്റ് ഇല്ലാതെ ഈ കാര്യങ്ങൾ നടക്കൂല. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മളെ എപ്പോഴും ട്രെയിനിങ്ങിൽ പറയുന്ന 200 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് പറയും. പക്ഷെ പലരും ഇന്ന് 10ഉം 50ഉം പേരുടെ ലിസ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്ന് മാറി സിസ്റ്റത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 പേരെ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് ഇടാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് കൃത്യമായിട്ട് 200 പേരെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റത്തിലേക്ക് കയറി നിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയ ഉണ്ട്. അത് ചെയ്ത് അത് ചെയ്യേണ്ടത് നമ്മളെ അപ്ലൈൻ ലീഡേഴ്സിന്റെ താഴത്തോടു കൂടിയാണ്. നമുക്ക് ഓരോ വ്യക്തികളുടെ പശ്ചാത്തലങ്ങൾ നമ്മൾ ലീഡേഴ്സിനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവര് നിർദ്ദേശിക്കും, ഇന്നയാളെ ആദ്യം എഴുതണം, ഇന്നയാളെ ഇങ്ങോട്ട് മാറ്റണം, ഇന്നയാളെ ഇപ്പം പോയി കാണണം. ആ രീതിയിലേക്ക് അപ്ലൈൻ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ ഓരോരുത്തരെ ആയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ഹോം മീറ്റിംഗിൽ എത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ബിസിനസ് ഡെവലപ്പ് ആക്കാൻ പറ്റുള്ളൂ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പല ആൾക്കാർക്കും വിമുഖത കാണിക്കുന്നത്. അതായത് ഇതൊക്കെ എന്റെ മനസ്സിലുള്ളതല്ല, അല്ലെ എന്റെ മൊബൈലിലുള്ളതല്ല എന്നുള്ളതിലേക്കാണ് ചെയ്യാം. പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്ത് വെച്ചാൽ എത്ര കാര്യങ്ങൾ നമ്മളെ മൊബൈൽ ഉണ്ടെങ്കിലും മനസ്സിലുണ്ടെങ്കിലും അത് ചെറിയ സമയം കൊണ്ട് നഷ്ടപ്പെട്ടു. ലിഖിതമായി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ പിന്നെ പോയി പോകലും നടക്കൂല. കാരണം എഴുതി കഴിഞ്ഞ സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. മൊബൈൽ ആയാലും എന്ത് സൂക്ഷിച്ചു കഴിഞ്ഞാലും ചിലരെ മെമ്മറിയിൽ നിന്ന് ഔട്ടായി പോകും. അപ്പൊ അങ്ങനെ എഴുതി വെച്ച ലിസ്റ്റ് പ്രകാരം നമ്മൾ പ്രോഗ്രാമുകൾ കേൾപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ലിസ്റ്റ് മേക്കിംഗ് നടത്തി അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് NDOP സെന്റർ BOP സെന്ററുകളിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ഹോം മീറ്റിംഗിലേക്കോ എത്തിക്കാം. ഏറ്റവും ഇതിനകത്ത് സക്സസ് ആക്കാൻ പറ്റിയ മേഖല അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ആക്കാൻ പറ്റിയത് ഹോം മീറ്റിംഗ് ആണ്. ആ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് അവരെ വീട്ടിൽ തന്നെ ഒരു ഹോം മീറ്റിംഗ് വെക്കുക, അയൽവാസിയെയും ബന്ധുക്കളെയും വിളിക്കുക. ഇനി ആരും ഇല്ലെങ്കിലും വീട്ടിലുള്ള അംഗങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും ഫാമിലി ആയിട്ട് ചെയ്യേണ്ട ബിസിനസ് ആണ്. നമ്മളെ വീടുകളിൽ ആദ്യം ബോധവൽക്കരണം നടന്നതിന് ശേഷമുള്ളൂ നമ്മൾ സെയിൽസിന്റെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതുള്ളൂ. പലരും ഒരു 5000-10,000 സാധനം വാങ്ങി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെങ്കിലും ഇത് വിറ്റഴിച്ചിട്ട് പൈസ ഉണ്ടാക്കണം. അങ്ങനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ മുടക്കാണ്ടിരുന്നാൽ മതിയല്ലോ. അതിൽ നിന്ന് മാറി നമ്മൾ കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് പറയാൻ തയ്യാറായി കഴിഞ്ഞാലാണ്
വേഗത്തിൽ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ആവുക. അപ്പോൾ അതിന് ആക്കം കൂടും, നമ്മൾ പറയുന്നതിന്റെ സ്ട്രോങ് കൂടും, അവർക്ക് കറക്റ്റ് മനസ്സിലാവും, കാരണം ഇയാൾ പറയുന്നത് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ വീട്ടിലെ ഹോം മീറ്റിങ്ങുകളിലൂടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ല രീതിയിലേക്കുള്ള ബിസിനസ് വരുന്നുണ്ട്. അതല്ലാതെ വാങ്ങി വിൽക്കുക എന്നുള്ളതിലേക്ക് ഫസ്റ്റ് തന്നെ മുടക്കിയ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതിലേക്ക് വർക്ക് ചെയ്യുന്നവർക്കാണ് ഇതിനകത്ത് വിജയിക്കാൻ കുറച്ച് കാലതാമസം വരുന്നത്. അപ്പോൾ ഹോം മീറ്റിംഗ് നടത്തി അതിനുശേഷം ലീഡേഴ്സ് നടത്തുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗിൽ പങ്കെടുത്ത് ഇത് എങ്ങനെ ചെയ്യണം, അവസരം എന്താണെന്ന് ഹോം മീറ്റിംഗിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗിലാണ് ഇത് ഏത് രീതിയിലൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത് എന്നുള്ളതിലേക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ സെക്ടറിലേക്ക് നടത്തി അത് കഴിഞ്ഞ് വൺ ഡേ ട്രെയിനിങ് ബെന്നി സാറ് ഇപ്പോ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ് ബെന്നി സാറ്. അദ്ദേഹത്തിന്റെ വൺ ഡേ ട്രെയിനിങ് കോഴിക്കോടും 3-4 മാസം കൂടുന്ന സമയത്ത് നടത്താറുണ്ട്. അപ്പൊ അതിനകത്തേക്ക് എത്തിച്ച് അതിനുശേഷം ഏകദേശം തരക്കേടില്ലാത്ത ടീമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ടടുത്ത ഒരു പ്രോസസിങ് ആണ് 2 ഡേ റെസിഡൻഷ്യൽ ട്രെയിനിങ്. അങ്ങനെ 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് കൂടി പങ്കെടുക്കുന്നതോടുകൂടി ഒരു വ്യക്തി എത്ര പഴയ ഏത് രീതിയിലാണോ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ഒരു പുതിയ മനുഷ്യനായി മാറുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ AIGയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിലൂടെ കടന്നു വന്ന ആൾക്കാരൊക്കെ തന്നെ അവർക്ക് ബിസിനസ് രംഗത്ത് മാത്രമല്ല ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളെ 2 ഡേ ട്രെയിനിങ്ങിൽ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അവിടെ ഒരു വ്യക്തി എങ്ങനെ മാറണം, സമൂഹത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും ഏത് രീതിയിലേക്ക് മാറ്റം വരുത്തണം എന്നുള്ള ആ കാര്യങ്ങളാണ് നമ്മുടെ 2 ഡേ ട്രെയിനിങ്ങിലൂടെ പങ്കെടുക്കുന്നത്. 2500 രൂപ കൊടുക്കേണ്ട എന്നുള്ള ഇതിലേക്ക് പലരും മാറി നിൽക്കും. പക്ഷെ ആ 2500-ന് 25,000-ന്റെയും 2.5 ലക്ഷത്തിന്റെയും ഗുണമാണ് കിട്ടുക എന്നുള്ളത് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അതിനുശേഷം കമ്പനിയുടെ മെഗാ പ്രോഗ്രാമുകളിലേക്ക് മാറുക. അതായത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വിജയിക്കണമെങ്കിൽ പ്രോഗ്രാമുകളാണ്. അപ്പം ഓരോ മെഗാ പ്രോഗ്രാമുകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയ സംഖ്യയായാലും വലിയ സംഖ്യയായാലും അത് 100 ഇരട്ടി അടുത്ത വർഷങ്ങളിൽ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പലർക്കും ഒരു 1000 രൂപ അല്ലെ 2000 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അപ്പൊ ഇത്ര പൈസ വേണ്ടേ ഈ ഒരു ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നത്, ആ കാശ് ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അത് നടത്താന്ന് വരും. പക്ഷെ നമ്മൾ അറിയേണ്ടത് നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ 10-20 കൊല്ലത്തോളം പഠിച്ചതിന് ശേഷമാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത്. ആ സമയം അത്രയും സമയം എത്രത്തോളം കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട്. അതേ രീതിയിൽ എന്തൊരു മേഖലയായാലും ഇൻഡസ്ട്രി ഏത് രീതിയിലേക്ക് ബിസിനസ് ആയാലും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾക്കുള്ള ഫീസുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് മെഗാ പ്രോഗ്രാമുകൾക്കുള്ള ഫീസ്, ഇത് മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത 6 മാസത്തിനുള്ളിൽ അതിന്റെ 4 ഇരട്ടി തിരിച്ചു കിട്ടുന്നതിലേക്ക് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പ്രോഗ്രാമുകളാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതാണ്. പ്രോഗ്രാമുകളിൽ എത്തിച്ചേരുക എന്നുള്ളത്. അത് നമ്മൾ ആദ്യം എത്തുന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ ടീമിനെയും കൂടി എത്തിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വിജയത്തിന്റെ വേഗത കൂടുക. അപ്പോൾ അങ്ങനെ എല്ലാവരും തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പ്രസ്ഥാനവുമായി അസോസിയേറ്റ് ചെയ്തവര് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ വന്ന ആൾക്കാരെ കൊഴിഞ്ഞു പോകാതെ നോക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. കാരണം അവരെ പരമാവധി കൂട്ടിപ്പിടിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ നമ്മളെ ടീമിലേക്ക് എത്തിപ്പെട്ട ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ പരമാവധി കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുക. പക്ഷെ ചില സമയത്ത് നമ്മൾ എത്ര കൂട്ടിപ്പിടിച്ചാലും ചേരാത്ത ആൾക്കാരും ഉണ്ടാവും. അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത രീതിയിലേക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്ത് അവർക്ക് അറിഞ്ഞൂടാത്ത മേഖലയാണ്, അവരെ പഠിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാക്കി അവരെ വീണ്ടും വീണ്ടും അടുത്തടുത്ത പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. പലരും നമ്മളെ വേണ്ടപ്പെട്ടവരാരും തന്നെ ഇന്നുവരെ ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളാണ് വരാതിരിക്കുക. പക്ഷെ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരെ കുറച്ച് കഴിയുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയിലേക്കായി മാറും. ഇപ്പം ആ രീതിയിലേക്ക് പല കാര്യങ്ങളിലും പല ടീമിലും പല ആൾക്കാരും ആദ്യം പറഞ്ഞ വരാത്ത ആൾക്കാരൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല വർക്ക് ചെയ്ത് അതിൽ ഇനി ഒരിക്കലും തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഇപ്പോഴുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്നവരൊക്കെ നമ്മളെ ഓരോരുത്തരെയും ടീമിലാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നേരത്തെ നിർത്തിപ്പോയ പല ഡയറക്ട് സെല്ലേഴ്സും ഇപ്പോഴും നാട്ടിലുണ്ട്. അവരെ പോയിട്ട് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഇതിനകത്ത് വളർച്ച ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവർക്ക് വീണ്ടും അവസരം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഈ അനുകൂല സാഹചര്യം ആണ്. അതിന് മഴയോ വെയിലോ നോക്കാതെ നമ്മൾ പ്രവർത്തിക്കാനുള്ളതാണ്.
ഒരു സാധാരണ ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് 9 മണി അല്ലെ 10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ 5 മണി വരെ അവിടെ വർക്ക് ചെയ്യേണ്ട ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ മഴയായാലും വെയിലായാലും കൃത്യസമയത്ത് അവർ അവിടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഇൻഡസ്ട്രിക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പറഞ്ഞ കൺസെപ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് മഴയാണെങ്കിൽ അന്ന് മഴയാണ്, നാളെ പോകാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നുള്ള ഒരു ആ ടെൻഡൻസിയാണ്. അതിൽ നിന്നും മാറാൻ നമ്മൾ തയ്യാറാണ്. ഇന്നലെയൊക്കെ തന്നെ നല്ല മഴയാണെന്ന് രാവിലെ ഒക്കെ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിലും കോഴിക്കോടൊക്കെ നല്ലോണം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇതിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ഈ പല സ്ഥലത്തുനിന്നും തൃശ്ശൂരിൽ നിന്നും പിന്നെ എറണാകുളത്തു നിന്നൊക്കെ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഏറ്റവും നല്ല മണ്ണാണെന്ന് അവർക്കൊക്കെ തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നത്. അപ്പോ പിന്നെ വയനാട്ടിൽ നിന്നൊക്കെ ഉള്ളവർ അവിടെ എത്ര ആ ചുരത്തിന്റെ അടുത്തൊക്കെ ഉള്ള തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചിട്ട് ഇവിടെ എത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മളൊരു പ്രോഗ്രാമിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ് വെയിലാണെന്ന് പറഞ്ഞു നിൽക്കുന്ന കാലം അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ കോഴിക്കോട് മറ്റുള്ള എല്ലാ ടീമുകളും ഗംഭീരമായിട്ട് സെയിൽസ് എടുത്തു പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഏരിയയിൽ നമ്മൾ നല്ലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതാത് സ്ഥലത്ത് സെന്ററുകളിൽ നമ്മളെ സെന്ററാണ്, അതായത് താമരശ്ശേരി സെന്ററൊക്കെ നമ്മൾ നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആദ്യമൊക്കെ നല്ല രീതിയിലേക്ക് ആൾക്കാർ വരുന്ന ഒരു പിന്നെ സെന്റർ ആയിരുന്നു, പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഏരിയ പിന്നെ ഒരു റൂമാണ് അത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നമ്മളെ ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. അതിനകത്ത് കൃത്യസമയത്ത് തുടങ്ങുന്നതോടൊപ്പം തന്നെ ഏറ്റവും പിന്നെ നമ്മളെ ഈ ഏരിയയിൽ കൂടെയുള്ള എല്ലാവരും അവിടെ എല്ലാ ലീഡേഴ്സും എല്ലാ ആഴ്ചയിലും എത്തണം തന്നെയാണ് അഭ്യർത്ഥിയാണ്. കോഴിക്കോട് പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവ എത്താപ്പെടാത്തവരൊക്കെ തന്നെ താമരശ്ശേരി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാവും. അപ്പൊ ഗസ്റ്റ് വരുന്ന സമയത്ത് അവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലേക്ക് ആയി മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു നമ്മളെ പ്രവർത്തനം നടത്തണം എന്നും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്ത് അതുപോലെ തന്നെ അത് പരമാവധി ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അർഹതപ്പെട്ട ആൾക്കാരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാക്കാനും അതോടനുബന്ധിച്ച് തന്നെ പിന്നെ ഈ ഇനിയുള്ള കാലങ്ങള് നമ്മളെ നേട്ടങ്ങളുടെ ഇത് മാത്രമാണെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഷാഹിർ സാറിനും അതിലുപരി ഇന്ന് ഈ എത്രയും പിന്നെ 344 ആളെ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ആ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്റെ ഈ STC റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട അളിയൻ കൂടിയായ രാജേഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എന്റെ സംസാരം നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലക്ഷ്യൻ മാർക്കറ്റ്.